ഇന്ന് നമ്മളൊരു മട്ടൻ കറിയാണ് തയ്യാറാക്കുന്നത്. അതിനായി 2 കിലോ മട്ടൻ ചെറുതായി അരിഞ്ഞ് എടുത്ത് ഒരു 4 പ്രാവശ്യം കഴുകി. ഈ കഴുകുന്ന സമയത്ത് സ്വല്പം വിനെഗർ ചേർക്കുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ ആ ഒരു മണമുണ്ടല്ലോ, അതൊന്ന് മാറിക്കിട്ടുന്നതിനായി. അതിനുശേഷം ഇതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങൾ നമുക്ക് തയ്യാറാക്കാം. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞത്. എന്നിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ച് ചൂടാകുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊരു 10-20 സെക്കൻഡ് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതിനുശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളി അതിലേക്ക് ചേർക്കാം. ഉള്ളി ഒരു 3 മുതൽ 4 മിനിറ്റ് വരെ നേരം ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരു വലിയ തക്കാളി ചെറുതായി മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുത്ത് അതും കൂടെ ചേർത്തൊന്ന് ഒരു 2-3 മിനിറ്റ് കൂടെ വഴറ്റിയെടുക്കുക. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് പൊടികൾ ഓരോന്നായി ചേർക്കാം. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. നാല് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി, അത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നല്ലതായിരിക്കും, അത് ചേർക്കാം. 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂണ് ഗരം മസാല ചേർക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് ചെറിയ ചൂടിലൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ഒരു കുക്കർ എടുത്ത് ഈ കഴുകി വെച്ചിരിക്കുന്ന മട്ടൺ അതിലേക്ക് ഇട്ട് കൊടുക്കാം. തയ്യാറാക്കി വച്ചിരിക്കുന്ന മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ബേ ലീവ്സ് എടുത്ത് മുറിച്ചിട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നര സ്പൂണ് ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പിൻ്റെ അളവ് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ്. ഓരോരുത്തർക്ക് അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്താൽ മതി. അതിനുശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം നമ്മൾ മസാല തയ്യാറാക്കാൻ ഉപയോഗിച്ച പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് കഴുകി ഈ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അടുപ്പ് ഓണാക്കി കുക്കർ അടച്ചിട്ട് ഒരു 5 മുതൽ 6 വിസിൽ വരെ ഇത് വേവിച്ചെടുക്കാം. ഈ മട്ടൻ്റെ ഓരോ സ്ഥലത്തും മട്ടൻ്റെ വേവ് ഓരോ രീതിയിലാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് 6 വിസിൽ വരെ വേവിച്ചു. അതിനുശേഷം പ്രഷറൊക്കെ പോയതിന് ശേഷം ഈ മട്ടൺ സെർവിങ് ഡിഷിലേക്ക് മാറ്റി കഴിക്കുവാനായി തയ്യാറാക്കി വെച്ചു. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക.